ഹായ്, നമ്മുടെ തെർമോഡൈനാമിക്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഓക്കെ. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ഇൻ ആൻ അഡയബാറ്റിക് പ്രോസസ് ദ സ്റ്റേറ്റ് ഓഫ് ഗ്യാസ് ഈസ് ചേഞ്ച്ഡ് ഫ്രം P1 V1 T1 ടു P2 V2 T2. വിച്ച് റിലേഷൻ ഈസ് കറക്റ്റ് എന്നാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ സെക്ഷനും കൂടെ നിങ്ങളൊന്ന് കയ്യിലെടുത്ത് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് പറഞ്ഞ് പോകാമായിരുന്നു. അപ്പോൾ നോക്കൂ, നമ്മുടെ ഒരു അഡയബാറ്റിക് പ്രോസസ് ആണല്ലേ. അഡയബാറ്റിക് പ്രോസസ്സിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? P1 V1 T1 ആയിരുന്നത് P2 V2 T2 മാറി. P1 V1 T1 ആയിരുന്നത് P2 V2 T2 മാറി. കുഴപ്പമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏത് റിലേഷനാണ് കറക്റ്റ് എന്നാണ്. അഡയബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ അഡയബാറ്റിക് പ്രോസസ്സിന് 2-3 ഇക്വേഷൻ പഠിച്ചല്ലോ. പരീക്ഷയ്ക്ക് വരും, TV കാണിക്കും, തോനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചല്ലേ. അതിനകത്തൊരു റിലേഷൻ TV raised to gamma minus 1 TV raised to gamma minus 1 is a constant എന്നല്ലേ പഠിപ്പിച്ചേ? ഇങ്ങനെ ഒരു റിലേഷൻ ഞാൻ പഠിപ്പിച്ചില്ലേ? TV raised to gamma minus 1 is a constant എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതിയാൽ T1 V1 raised to gamma minus 1 will be equal to T2 V2 raised to gamma minus 1 നമുക്ക് എഴുതിക്കൂടെ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസറായി. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ചോയ്സ് എ ആണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? TV raised to gamma minus 1 is a constant എന്നാണ്. അങ്ങനെയാണെങ്കിൽ T1 V1 raised to gamma minus 1 equal to T2 V2 raised to gamma minus 1 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. 1 mole of helium is adiabatically expanded from Pi Vi Ti to final state PF VF TF. 1 മോൾ ഹീലിയം ഉണ്ട്, അതൊരു അഡയബാറ്റിക് എക്സ്പാൻഷൻ നടന്ന് അതിൻ്റെ കണ്ടീഷൻസ് P1 V1 Pi Vi Ti നിന്ന് PF VF TF മാറുന്നു. ഡിക്രീസ് ഇൻ ഇന്റേണൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എക്സ്പാൻഷൻ എത്രയെന്ന്, ഇന്റേണൽ എനർജിയിലുള്ള കുറവ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. അപ്പം നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനകത്ത് ആൻസർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുമില്ല. ഇന്റേണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റേണൽ എനർജിയാണ് നമ്മൾ മറ്റേ കൈനറ്റിക് തിയറിയുടെ ചാപ്റ്ററിൽ പഠിച്ചല്ലേ, CV ഡെൽറ്റ ടി അല്ലേ, CV ഡെൽറ്റ ടി. അപ്പം അതിനകത്ത് CV എഴുതി. ഇനി ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? TF മൈനസ് TI എന്നല്ലേ. ഓക്കെ. ഇനി വേറെന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇതിനെ വേണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഇത്രയും മതി. അപ്പം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ആൻസർ അതിനകത്തുണ്ടോ നോക്കൂ. CV ഇൻറ്റു TI മൈനസ് TF എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? അപ്പം അതിനകത്ത് പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, നെഗറ്റീവ് ഇങ്ങനെ എടുക്കാം. നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ CV ബാക്കി TI മൈനസ് TF എന്ന് എഴുതിക്കൂടെ? ഇനി അപ്പം അവരുദ്ദേശിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്റേണൽ എനർജി ആണെങ്കിലോ അപ്പം എന്ത് വരും? CV ഇൻറ്റു TI മൈനസ് TF എന്ന് എഴുതാമല്ലോ. ഈ ചോയ്സ് അതിനകത്തുണ്ടോ? ഉണ്ട്. അപ്പം എന്താണ്? CV ഇൻറ്റു TI മൈനസ് TF. അപ്പോൾ ചോയ്സ് എ ആണ് അതിൻ്റെ ആൻസർ. പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. എന്താണ് ഇന്റേണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ CV ഡെൽറ്റ ടി എന്നാണ്. അപ്പോൾ CV ഇൻറ്റു ഡെൽറ്റ ടിയുടെ ആൻസർ എന്താണ്? TF മൈനസ് TI. ഈ ചോയ്സ് അതിനകത്ത് ഇല്ല, അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്താണ് ഇതിനകത്ത് നെഗറ്റീവ് ഇനി പുറത്തെടുത്താൽ ഇതിന് ഇങ്ങനെ എഴുതാമല്ലോ. ഇനി അപ്പം അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇന്റേണൽ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് എഴുതി പോയി. അപ്പോൾ ആൻസർ ഏതെന്ന് വരും? എ എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 identical containers joined by small pipe initially contain same gas at pressure PO and absolute temperature TO. One container is now maintained at the same temperature while the other is heated to 2TO. Then the common pressure of gases will be. 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള വെസൽസ്. ഐഡൻറ്റിക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വോളിയം സെയിം ആണ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇതിനകത്ത് കണക്റ്റഡ് ബൈ ജോയിൻറ്റ് ബൈ എ സ്മോൾ പൈപ്പ്. ഇത് രണ്ടിനെ തമ്മിൽ കണക്ട് ചെയ്തൊരു പൈപ്പ് ഉണ്ട്. ഓക്കെ. ഇനി ഇത് ഇനീഷ്യലി കണ്ടെയ്ൻ സെയിം ഗ്യാസ്. രണ്ടിലും ഇരിക്കുന്ന ഗ്യാസ് സെയിം ആണ്. അറ്റ് പ്രഷർ PO ആൻഡ് പ്രഷർ PO ടെമ്പറേച്ചർ TO. ഇവിടെ ഇരിക്കുന്നതും PO TO വോളിയം ഓൾറെഡി ഈക്വൽ ആണ്. ഇനി 1 കണ്ടെയ്നർ ഈസ് നൗ മെയിൻറ്റൈൻഡ് അറ്റ് സെയിം ടെമ്പറേച്ചർ. ഈ ഒരു കണ്ടെയ്നർ
ഇതേ ഇപ്പം എ എന്നാണ് ഈ കണ്ടെയ്നറിൻ്റെ പേരെന്നിരിക്കട്ടെ. ഈ കണ്ടെയ്നർ എ, ഈ കണ്ടെയ്നർ ബി. ഇപ്പം എ അതേ ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തെന്ന് വെച്ചോളൂ. ഇനി ഇവനാണെങ്കിൽ 2TO ആക്കിയെന്ന് വെച്ചോളൂ. ഇവൻ്റെ ടെമ്പറേച്ചർ 2TO ആക്കിയെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ദ കോമൺ പ്രഷർ ഓഫ് ഗ്യാസസ് ഇനി എത്രയായിട്ട് മാറും? നേരത്തെ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ TO ആയിരുന്നു, അപ്പം പ്രഷർ PO ആയിരുന്നു. ഓളിയൻ രണ്ടിനും സെയിം ആണ്. ഇനി ഇപ്പോഴും ഇപ്പോഴും ഓളിയൻ രണ്ടിനും സെയിം ആണ്. ടെമ്പറേച്ചർ എത്രയായി? ഡബിൾ ആക്കി. ഇതിൻ്റെ ടെമ്പറേച്ചർ 2TO ആക്കിയാൽ രണ്ടുപേർക്കുള്ള പ്രഷർ എത്രയായിട്ട് മാറും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്നത് എന്താണ്? സെയിം ഗ്യാസ് ആണ്, വേറെ ഒരു പുണ്ണാക്കുമില്ല. വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റിൽ അതായത് ഇവിടെയും ഇവിടെയും PO TO കണ്ടീഷൻ ആയിരിക്കുന്ന സമയത്ത് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് തന്നെയല്ലേ ഈ ഇത് നടത്തി കഴിയുമ്പോഴും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്? കാരണം ഇതിനകത്ത് ആദ്യം രണ്ടിലും ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് N1 ആണ്. ഇനി ഇതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് N2 ആണ് അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇനിഷ്യലി ഉള്ളത് കിട്ടും. ഇനി അടുത്ത് ചൂടാക്കി കഴിഞ്ഞെന്ന് വിചാരിച്ച് ഇതിനകത്ത് ഗ്യാസ് കൂടാനൊന്നും പോണില്ലല്ലോ. അപ്പോൾ നമ്പർ ഓഫ് എന്താണ് N1 + N2 ഫൈനലി ഉള്ളതും അതേ ആൻസർ ആയിരിക്കും. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻ ആദ്യത്തവൻ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഇൻ രണ്ടാമത്തവൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഉള്ളതും നമ്പർ ഓഫ് മോൾസ് ആദ്യത്തേലുള്ളതും നമ്പർ ഓഫ് മോൾസ് രണ്ടാമത്തേലുള്ളതും ഫൈനൽ സ്റ്റേജിലതും രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് N എങ്ങനെ കാണുമെന്ന് പറയൂ. PV = nRT അല്ലേ? ഇതിനകത്ത് N എങ്ങനെ കാണും? N എന്ന് പറഞ്ഞാൽ PV/RT അല്ലേ? അപ്പോൾ ഇതിന് പകരം N1 പകരം എന്താണ് എഴുതിയിരിക്കുന്നത്? N1 പകരം നമ്മൾ എങ്ങനെ എഴുതണം? PV/RT ഇവിടെ എഴുത്. PV/RT. P എന്താണ്? ഇനീഷ്യലി ഉള്ള കാര്യങ്ങളെ പറയാവൂ. PO. V എന്താണ്? VO ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ V ആണെന്ന് വെച്ചോ. ഇവിടെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന അതേ ലെറ്റർ തന്നെ ഞാൻ വിടുക. V. R എന്താണ്? R. T എന്താണ്? TO. ഇനീഷ്യലി ഉള്ളത് പ്ലസ് ഇതിലും ഇനീഷ്യലി ഉള്ളത് ഇത് തന്നെയല്ലേ? PO, V, പിന്നെ R, TO. ഇതല്ലേ ഇനീഷ്യലി ഉള്ളത്. ഇനി ഫൈനലി ഉള്ളത് പറയണേ. ഇതേ ഇക്വേഷൻ PV/RT തന്നെ പറയൂ. ഫൈനലി ഉള്ളത് എങ്ങനെയാണ്? ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഫൈനലി ഉള്ളത് ഇത് P ആണെന്നിരിക്കട്ടെ, ഇത് മാറി P ആയെന്ന് വെച്ചോളൂ. ഇനി V എന്താണ്? V തന്നെ, മാറ്റമില്ല. R, T എന്താണ്? T എന്നുള്ളത് T0 തന്നെയാണ് ആദ്യത്തെ. പ്ലസ് രണ്ടാമത്തേത് PV/RT എന്നുള്ളതിൽ P എന്താണ്? P എന്താണ് നമ്മുടെ എഴുതി വെച്ചിരിക്കുന്നത്? P രണ്ടാമത്തേലും P എന്ന് തന്നെയാണ്. V എന്താണ്? V തന്നെയാണ്. R തന്നെയാണ്. T എന്താ? T എന്നുള്ളത് 2TO എന്നാക്കി. 2TO എന്നാക്കി. മനസ്സിലായില്ല? ഇവിടെ നമ്പർ ഓഫ് മോൾസ് കാണാൻ ഇക്വേഷൻ പറ. PV/RT. അപ്പോൾ ഇവിടെ എല്ലാം PV/RT എന്ന് എഴുതുക. PV/RT. ഓക്കെ, ഇത് ആദ്യമുള്ള ഇവൻ്റെ കാര്യം മാത്രം പറയണം. ആദ്യമുള്ള PO, വോളിയം V, R, T എന്താണ്? TO. ഇനി ഇതിൻ്റെയും ഇനിഷ്യലി ഉള്ളത് അതേ സാധനം തന്നെ. ഇനി ശേഷമുള്ളത് രണ്ടിലും എന്തായി? രണ്ടിലും കോമൺ പ്രഷർ അല്ലേ വരൂ. അപ്പോൾ രണ്ടിലെയും പ്രഷർ P എന്ന് വെച്ചോ. ഇനി വോളിയത്തിന് മാറ്റമൊന്നുമില്ല, അപ്പോൾ അത് V എന്ന് തന്നെ എഴുതി. ഇനി ഇവിടുത്തെ T എന്താണ്? ഇവിടുത്തെ ടെമ്പറേച്ചർ TO തന്നെ, പക്ഷെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഡബിൾ ആക്കി. ഓക്കെ, ഇനി അടുത്തെന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്ത് നിന്ന് P കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് വെട്ടിയും കളയും. ബാക്കി പറ. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഏതാണ്? V അല്ലേ കോമൺ? പിന്നെ R കോമൺ അല്ലേ? പിന്നെന്തോ കോമൺ ഉണ്ട്? TO കോമൺ അല്ലേ? ബാക്കി ആൻസർ പറയണം. PO, ഇനി V പോയി, ഏതൊക്കെ പോയി ഞാൻ എഴുതി? V പോയി, R പോയി, TO പോയി. ബാക്കിയെല്ലാം എഴുതണം. ബാക്കി PO പ്ലസ് ഇവിടെയും PO = ഇവിടെ എന്താണുള്ളത്? P. പിന്നെ P ഉണ്ട്, V ഉം R ഉം TO പോയി, പ്ലസ് അവിടെ P ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2PO = പറയൂ. ഇത് 1P, അര P. അപ്പോൾ എത്രയായി? 1.5 P. അപ്പോൾ 3/2P എന്നല്ലേ? ഈ 2നെ ക്രോസ് ചെയ്ത് ഇവിടെ കയറ്റുക, ഈ 3യെ ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കുക. അപ്പോൾ എന്തായി? 4PO/3 = P എന്നായില്ലേ? അപ്പോൾ Pയുടെ ആൻസർ എന്തായി? 4/3PO എന്നായി. അപ്പോൾ ആൻസർ ഏതാണ്?
അതിനകത്ത് സെക്കൻഡ് ചോയ്സ് അല്ലേ കിടക്കുന്നത്, നോക്കൂ. സെക്കൻഡ് ചോയ്സ് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ പറയാം ഒന്നും കൂടെ. എത്ര കണ്ടെയ്നർ ഉണ്ട്? 2 കണ്ടെയ്നർ ഉണ്ട്. 2 കണ്ടെയ്നറിൻ്റെ ഓളിയം സെയിം ആണ്. ഓളിയം നിങ്ങൾ വി എന്ന് എടുത്തോ, വി എന്നാ V0 എന്നാ എന്തെങ്കിലുമൊക്കെ എടുത്തോ. ഇനി ആദ്യം ഇതിനകത്ത് ഗ്യാസ് ഉണ്ട്, അതിനകത്തും ഗ്യാസ് ഉണ്ട്. രണ്ടിൻ്റെയും പ്രഷറും ടെമ്പറേച്ചറും സെയിം ആണ്. ഇനി അടുത്ത് എന്ത് ചെയ്തു? ഓളിയത്തിനൊന്നും മാറ്റമില്ല. ആ രണ്ടാമത്തെ കണ്ടെയ്നറിനെ ചൂടാക്കി അതിൻ്റെ ടെമ്പറേച്ചർ എത്ര ആക്കി? 2TO ആക്കി. ഇത്രയോ ചെയ്തോളൂ. ഇനി ഇനീഷ്യലി ഇതിനകത്ത് കുറേ നമ്പർ ഓഫ് മോൾസ് കാണും, ഇതിനകത്ത് നമ്പർ ഓഫ് മോൾസ് കാണും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ ടോട്ടൽ നമ്പർ ഇനീഷ്യലി ഉള്ളത് കിട്ടും. ഇനി ഫൈനലി ഉള്ളത് ആരും പുതിയതായിട്ടൊന്നും ആഡ് ചെയ്തൊന്നും ഇല്ലല്ലോ, എടുത്ത് കളഞ്ഞതുമില്ല. അപ്പോൾ ഫൈനലി ഉള്ളത് N1 + N2 ഫൈനലി ഉള്ളത്. ഇനി N എങ്ങനെ കാണുമെന്ന് വെച്ചാൽ PV/RT. അപ്പോൾ ഇവിടെയും PV/RT, PV/RT എല്ലായിടും എഴുതുക. ഇവിടുത്തെ P എന്താണ്? PO. V എന്താണ്? V. T എന്താണ്? TO. ഇവിടത്തതും അത് തന്നെ ഇനിഷ്യലി ഉള്ളത്. ഇനി ശേഷമുള്ളത് ഇവിടത്തത് അതേത് തന്നെ, അവിടെ ഉള്ള T മാത്രം എന്തായി? 2TO ആയി. ഇനി കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു, ബാക്കി എഴുതി. ഇനി അതിനകത്തുനിന്ന് നമ്മൾ P കണ്ടുപിടിക്കുക. അത് നമ്മളെ കൊണ്ടുവെക്കും. അപ്പോൾ Pയുടെ ആൻസർ കിട്ടി. ഓക്കെ. ഇനി അടുത്ത ഏതാണ്? 5th ക്വസ്റ്റ്യൻ വായിക്കൂ. ആൻ ഐഡിയൽ മോണോഅറ്റോമിക് എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കും. വായിച്ചോ? നന്നായിട്ട് വായിക്കണം. അത് തെർമോഡൈനാമിക്സ് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല. വായിക്കും. An ideal monoatomic gas is compressed. No heat being, അതൊക്കെ അറിയാം. No heat being added or removed. അപ്പോൾ എന്ത് പ്രോസസ്സാണ്? അഡയാബാറ്റിക് ആണ്. ഓളിയം ഈസ് ഹാവ്ഡ്. ഓളിയം എന്ത് ചെയ്തു? ഹാഫായി. കംപ്രസ് ചെയ്യുമ്പം എന്തായാലും ഓളിയം കുറയും. ഓളിയം എത്രയായി? പണ്ടത്തെ ഓളിയത്തിൻ്റെ പകുതിയായി. പിന്നെ ഹീറ്റ് അകത്തോട്ട് കയറുന്നുമില്ല, പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ എന്ത് പ്രോസസ്സ്? അഡയാബാറ്റിക് ആണ്. അപ്പോൾ അഡയാബാറ്റിക് കംപ്രഷൻ ആണെന്ന് അർത്ഥം. ഓക്കെ. അഡയാബാറ്റിക് കംപ്രഷൻ നടത്തി ഓളിയം പകുതിയാക്കി. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രഷർ ടു പഴയ പ്രഷർ റേഷ്യോ എത്രയെന്ന്. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സാണ്. ഓളിയം പകുതിയാക്കി കുറച്ചു. അങ്ങനെയാണെങ്കിൽ ന്യൂ പ്രഷർ ടു പഴയ പ്രഷർ എത്രയാണ് റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. അഡയാബാറ്റിക് പ്രോസസ് അല്ലേ? അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ സംഭവം അറിയാം. എന്താണ്? ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ എത്രയാ? 0. നമുക്കറിയാമെന്നുള്ള യെസ്. ഇനി അഡയാബാറ്റിക് പ്രോസസിന്റെ ഒരു ഇക്വേഷൻ പറ. PV/γ ഈസ് എ കോൺസ്റ്റന്റ് എന്നല്ലേ? അപ്പോൾ PV/γ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടുത്തെ 2 കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് P1V1/γ ഈക്വൽ ടു P2V2/γ എന്ന് എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി ഭൂലോക ബുദ്ധിയൊന്നും വേണ്ട. ഇനി ഇതിനകത്ത് നിന്ന് P2/P1 കാണും. P2/P1 എന്നാണ്. P2/P1 എടുക്കുമ്പോൾ എന്ത് വരും? V1/γ/V2/γ എന്ന് വരും. ബുദ്ധിമുട്ടില്ല. അപ്പോൾ P2/P1 ഈസ് ഈക്വൽ ടു പറ V1/V2 എന്നായി. ഇനി V2 എന്ന് പറഞ്ഞാൽ എന്താണ്? V1ന്റെ പകുതിയാണ്. ഇനി അപ്പോൾ P2/P1 ഈസ് ഈക്വൽ ടു പറയും V1 തന്നെ P2ന് പകരം V1/2 എന്നായി ⁻⁻. ബാക്കി പറയും. ബാക്കി നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. അപ്പോൾ P2/P1 ഈസ് ഈക്വൽ ടു അത് വെട്ടിപ്പോയിട്ട് 2 അങ്ങ് വരൂലേ? 2 മേൽ വരും. അപ്പം 2⁻⁻ എന്നായി. ഇനി പുതിയ പ്രഷർ അപ്പം P2/P1 ഈസ് ഈക്വൽ ടു 2⁻². ഇനി നിങ്ങൾ നോക്കാനുള്ളത് എന്ത് സാധനമാണ്? മോണോ അറ്റോമിക് അല്ലേ? മോണോ അറ്റോമിക് ആണെങ്കിൽ ഗാമ വാല്യൂ എത്രയാണ്? കൈനറ്റിക് തിയറിയിൽ പഠിച്ചേ 5/3 എന്നല്ലേ? അപ്പം 2⁵/3. അങ്ങനെ ഒരു ചോയ്സ് അതിനകത്തുണ്ടോ? ആൻസർ ഈസ് ലാസ്റ്റ് ചോയ്സ് അതല്ലേ? D ആണ് വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ഒരു സാധനത്തിനെ കംപ്രസ് ചെയ്ത് ഓളിയം ഹാഫാക്കി എന്ന് ക്വസ്റ്റിനകത്തുണ്ട്. ഹീറ്റ് അകത്തേക്കും കയറുന്നില്ല, പുറത്തേക്കും പോകുന്നില്ല എന്നുണ്ട്. അപ്പം നിങ്ങൾ പറ, അപ്പം എന്ത് പ്രോസസ്സാണ്? അഡയാബാറ്റിക് പ്രോസസ്സാണ്. അത്രയും മണ്ടയിലോട്ട് കയറി. ഇനി എന്താ അഡയാബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? അഡയാബാറ്റിക് ആകുമ്പോൾ ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഇനി അപ്പോൾ PV/γ ഈസ് എ കോൺസ്റ്റന്റ് എന്നല്ലേ നമ്മുടേത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ P1V1/γ ഈക്വൽ ടു P2V2/γ എന്ന് എഴുതിക്കൂടെ? ഇനി ഇതിനകത്ത് P2/P1 എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. P2/P1 കാണുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ⁻⁻ എന്ന് എഴുതാം. ഇനി ഇതിനകത്ത് V2 എന്ന് പറയുന്നത് എന്താണ്? V1ന്റെ ഹാഫാണ്.
അപ്പോൾ V1ന്റെ പകുതിയാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ 2 മണ്ടേ വരും. അപ്പോൾ 2 വരും റൈസ് ടു ഗാമ. മോണോറ്റോമിക് ആകുമ്പോഴത്തേക്ക് ഗാമയുടെ വാല്യൂ 5/3 അല്ലേ? അപ്പോൾ 5/3 എന്നിട്ടു. അപ്പോൾ ആൻസർ ഏതാ? ചോയ്സ് ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കൂ. ഇൻ കാർനോട്ട് എഞ്ചിൻ അല്ലേ, ഇറ്റ് ഫങ്ഷൻസ് അറ്റ് എ ടെമ്പറേച്ചർ, സോഴ്സ് ടെമ്പറേച്ചർ 137. അപ്പോൾ T1ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. T1 തന്നിട്ടുണ്ട് 137 ഡിഗ്രി സെൽഷ്യസ്. കൈ ഉടനെ കെൽവിനിലാക്കിക്കണേ, അല്ലെങ്കിൽ പണി വാങ്ങിക്കും. സോ 273 ആഡ് ചെയ്യൂ. എത്ര? 410. ഓക്കെ, കെൽവിൻ. ഇനി എന്താ വേണ്ടത്? സിങ്ക് ടെമ്പറേച്ചർ T2 എത്രയാ? 97 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 273 ഇവിടെ ആഡ് ചെയ്യൂ. അപ്പം എത്ര വരും? 10, 17, 370 കെൽവിൻ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. വാട്ട് ഈസ് എഫിഷ്യൻസി? സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. 1 - T2 / T1. അപ്പോൾ ഈസ് ഈക്വൽ ടു 1 - T2 എത്ര? 370 / 410. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ഗെറ്റ് യുവർ റിസൾട്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒരു നമ്പർ ആയിരിക്കും. അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എഫിഷ്യൻസി പറയുമ്പോഴത്തേക്ക് എപ്പോഴും എത്ര എന്ത് ചെയ്യണം? ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര വരും? നമുക്ക് തന്നെ നോക്കാം. 1 - പറയൂ, ഇത് വെട്ടിപ്പോയിട്ട് 37/41 എത്ര വരും? 0.2 പറയൂ. 9 തന്നെ. തന്നെ. അതിന് ബാക്കി 1 പറ്റൂലല്ലോ. ഒരു 0 ഇട്ട് നോക്കി, പറ്റുന്നില്ല. മേലൊരു 0 ഇടുക, ഇവിടെ ഒരു 0 ഇടുക. 2 times പോരെ? ഇത്രയൊക്കെ പറ്റൂ. അപ്പോൾ എന്താണ്? 1 - 0.902 എന്ന് വരും. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ 1.000 0.902 പറയൂ. 8 9 ഇനി ഇവിടെ 9 0 കണ്ടില്ലേ? അപ്പോൾ 0.098 എന്നാണ് വരുന്നത് അല്ലേ? ഇതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? 0.098 × 100%. എഫിഷ്യൻസി എപ്പോഴും പെർസെൻറ്റിലേ പറയാവൂ. അപ്പോൾ എത്രയായി? 9.8 എന്നായോ? അപ്പം അതിനോട് നിയറസ്റ്റ് വാല്യൂ നോക്കുക. എത്ര? 9.75 എന്നാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ചോയ്സ് എ ആണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്? T1 അറിയാം, T2 അറിയാം. അത് രണ്ടിനെ എന്തിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് ആദ്യം മാറ്റണം. ഇനി എഫിഷ്യൻസി ആണല്ലോ ഇക്വേഷൻ 1 - T2 / T1 എന്നാണ്. അതിനകത്ത് വാല്യൂ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. സോ അതിനെ പെർസെൻറ്റേജ് ആയിട്ട് പറയുമ്പോൾ അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഒരു % ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കുക, വായിക്കും. എ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് എന്നുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കും. വായിച്ചോ? ക്വസ്റ്റ്യൻ വായിച്ചേ. എ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് 50 Nm/m² ഫ്രം വോളിയം 10 m³ to 4 m³ അല്ലേ? എനർജി ഓഫ് 100 ജൂളാണ്. അതിനകത്ത് 10 ജൂൾ എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 100 ജൂളാണ് എനർജി ഓഫ് 100 ജൂൾ. ദെൻ ആഡഡ് ടു ദ ഗ്യാസ് ബൈ ഹീറ്റിംഗ്. ഇന്റേണൽ എനർജി എത്രയാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഗ്യാസിനെ കംപ്രസ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കംപ്രസ് ചെയ്ത് നോക്കൂ, ഫ്രം അതിൻ്റെ വോളിയം നോക്കുക 10 m³ നിന്ന് 4 m³ മാറ്റി. സോ വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ വോളിയം? പറയൂ, വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ വോളിയം? 10 - 4 എത്രയാ? 6 m³. ഇനി എത്ര പ്രഷർ കൊടുത്തേ? പ്രഷർ 50 ആണ് അല്ലേ? ഇനി എത്ര ജൂള് ഹീറ്റ് ആഡ് ചെയ്തു? 100 ജൂൾ ഹീറ്റ് ആഡ് ചെയ്തു. ഇന്റേണൽ എനർജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കൂ. ഫസ്റ്റ് ലോ എന്താ പറയുന്നത്? ΔQ = ΔU + ΔW എന്നല്ലേ? ഇതിനകത്ത് ΔQ = ΔU + ഇതിന് പകരം P∆V എന്ന് എഴുതി കൂടെ? വർക്ക് എന്താ നമുക്കറിയണം. വർക്കിന്റെ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചിരിക്കണം. വർക്ക് എന്താണ്? P∆V ആണ്. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സോ ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. Q ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എത്രയാണ് കൊടുത്തത്? 100 അല്ലേ? 100 ജൂളാണ് കൊടുത്തത്. = ΔU + P എത്രയാണ്? 50 × ΔVയുടെ ആൻസർ 6. അപ്പോൾ 100 = ΔU + എത്ര? 300. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ പറയൂ, എത്ര വരും? അപ്പോൾ ΔU = 100 - 300 അല്ലേ? ആണോ? ഇനി ഒരു കാര്യം ഇവിടെ തെറ്റിപ്പോയത് എന്താണ്? നോക്കൂ, 10 ഞാനൊരു തെറ്റായിട്ടുള്ള കാര്യം എഴുതി. 10 4 കംപ്രസ് ചെയ്തേ. അപ്പോൾ ഫൈനൽ വോളിയം - ഇനീഷ്യൽ വോളിയം എന്നാണ്. അപ്പം -6 എന്നാണ് എഴുതേണ്ടത്.
ഇവിടെ -6 ആണ്. അപ്പം -300. നിങ്ങൾ ഇനി പറ, what is delta u? Delta u equal to 100 plus 300. അപ്പോൾ ആൻസർ എത്ര? delta u equal to 400 ജൂൾ എന്നാണ്. അപ്പോൾ ആൻസർ ഏതാ? ചോയ്സ് ഏത് വരും? 400 ജൂള്. ചോയ്സ് എ എന്നാണ്. അപ്പോൾ മനസ്സിലായവരും ആവാത്തവരും ഒക്കെ നോക്കുക. പ്രഷറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വോളിയം 10 നിന്ന് 4 മാറ്റി, അങ്ങനല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം കാണാൻ ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. ഓക്കെ, അപ്പം -6 എന്ന് കിട്ടി. ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. വർക്കിന് പകരം പി ഡെൽറ്റ വി എന്ന് എഴുതി. ഇതിനകത്ത് യുവിൻ്റെ വാല്യൂ 100, ഇനി പിയുടെ വാല്യൂ ഉണ്ട്, ഡെൽറ്റ വിയുടെ വാല്യൂ ഉണ്ട്. ഇതിനകത്ത് ഡെൽറ്റ യു കാണാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്റേണൽ എനർജി. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An ideal gas undergoes 4 different processes from same initial state. ഫിഗർ തന്നിട്ടുണ്ടല്ലേ? ഒരു ഐഡിയൽ ഗ്യാസ് എൻ്റെ കണ്ടീഷൻസ് പി വി ഡയഗ്രമാണ്. ആദ്യത്തെ ഇത് 4, അടുത്ത ഇത് 3, ഇത് കുറച്ചുകൂടെ സ്റ്റീപ്പർ 2, അടുത്ത് വെർട്ടിക്കൽ ആയിട്ടുള്ളത് അല്ലേ 1. ഇതിനകത്തുനിന്ന് വിച്ച് ഈസ് അഡയാബാറ്റിക്. അഡയാബാറ്റിക് ഏതാണ്? അയ്യേ, അത് സിമ്പിൾ അല്ലേ? അഡയാബാറ്റിക് ആകുമ്പോൾ സ്റ്റീപ്പർ ആയിട്ടുള്ള ഗ്രാഫ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റീപ്പർ ആയിട്ടുള്ളവനല്ലേ 2 അല്ലേ? അപ്പോൾ 2 ആണ് എന്തോന്ന്? അഡയാബാറ്റിക്. അപ്പോൾ ആൻസർ ഏതാണ്? ക്യാറ്റ് ആണ് ആൻസർ, ക്യാറ്റ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താണ്? 4 എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിലുള്ളതല്ലേ? കോൺസ്റ്റന്റ് പ്രഷറിലുള്ളതാകുമ്പോൾ ഐസോ ബാറിക്. ഇനി ഇതെന്താണ്? ഇത്രയും സ്ഥലത്തും വോളിയത്തിന്റെ വാല്യൂ സെയിം ആണ്, അപ്പോൾ ഇത് ഐസോ കോറിക്. ഇനി അടുത്തത് എന്താണ്? ഇത് സ്ലാൻഡിങ് അല്ലേ? ഇത് ഐസോ തെർമൽ അല്ലേ? അപ്പോൾ ഇത് ഐസോ തെർമൽ, ഇത് അഡയാബാറ്റിക്. പിന്നെ ഇതെന്താണ്? ഐസോ ബാറിക്, ഇത് ഐസോ കോറിക്. ഓർത്ത് വെച്ചോണം. അടുത്ത് 9th ക്വസ്റ്റ്യൻ. 9th അല്ലല്ലോ, ക്വസ്റ്റ്യൻ വായിക്കുക. പി വി ഡയഗ്രാം ഓഫ് എ സിസ്റ്റം അണ്ടർഗോയിങ് തെർമോഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഗിവൺ. നമുക്ക് ഒരു പി വി ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഈ പി വി ഡയഗ്രാംസ് ചിലപ്പോൾ പണിയൊക്കെ തരും, അപ്പം അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇതാണ് പി വി ഡയഗ്രാം. പറഞ്ഞോ, എ ബി സി. പി വി ഡയഗ്രാം ഓഫ് എ സിസ്റ്റം അണ്ടർഗോയിങ് തെർമോഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻ ഈസ് ഗിവൺ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഇൻ ഗോയിങ് ഫ്രം എ ടു ബി ടു സി. എന്ന് ബിയിലോട്ട് പോയി, ബിന്ന് സിയിലോട്ട് പോയി. അതിനുവേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് 30 ജൂൾ ആൻഡ് 40 ജൂൾ. 30 ജൂൾ ആൻഡ് 40 ജൂൾ ഹീറ്റ് ഈസ് ഗിവൺ ടു ദ സിസ്റ്റം. എന്താണ്? എന്ന് ബിയിലോട്ട് പോയി, ബിന്ന് സിയിലോട്ട് പോയി. ഇതിന് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എത്രയാ? വർക്കിൻ്റെ ആൻസർ 30 ആണ്. എത്ര ഹീറ്റ് കൊടുത്തു എന്ന്? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എത്രയാ? 40 ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? യു എത്ര എന്നാണ് ക്വസ്റ്റ്യൻ? ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പോൾ സിമ്പിളായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ടോ? ഒരു പുണ്ണാക്കുമില്ല. വായിച്ചു നോക്ക് എന്താണെന്ന്. നമ്മുടെ എല്ലാ സാധനങ്ങളും തന്നെ ക്യൂ ഉണ്ട്. ക്യൂ എന്നോ ഡെൽറ്റ ക്യൂ എന്നോ എന്തെങ്കിലുമൊക്കെ എഴുത്. ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇത് 30. യു എത്രയെന്ന് ഞാൻ പറയണോ? ക്യൂ ഈക്വൽ ടു യു പ്ലസ് ഡബ്ല്യു അല്ലേ? അപ്പം യു ഈക്വൽ ടു പറയൂ ക്യൂ മൈനസ് ഡബ്ല്യു. അപ്പോൾ ക്യൂ എത്രയാ? 40 മൈനസ് 30. അപ്പം ആൻസർ എത്ര? 10 ജൂൾ. ഇത് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ചോയ്സ് ഏതാ? ഫസ്റ്റ് ചോയ്സ് അല്ലേ? അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ച് ചെയ്യണം. അടുത്ത് 10th ക്വസ്റ്റ്യൻ. അതും ഇതുപോലത്തെ ഡയഗ്രാം തന്നെയാണ്. വായിക്കൂ. 10th അല്ലല്ല, നമ്പർ വ്യത്യാസമുണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. പി വി ഡയഗ്രാം തന്നെയാണ്. പി ഇവിടെ വി. ഓക്കെ, ഓക്കെ. ഇനി ഇതിനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്, അത് നേരെ ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. 1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്, 2 എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതിനകത്ത് പ്രിന്റിങ്ങിൽ അത്രയും കറക്റ്റ് അല്ല അത്. ഓർക്കുക, 1 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി നിങ്ങളത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഇൻ പി വി ഡയഗ്രാം ദ നെറ്റ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് എത്ര വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്ക്, സിമ്പിളാണത്. വായിച്ചു നോക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഇപ്പം രണ്ടും സൈക്ലിക് പ്രോസസ് ആണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട് അല്ലേ?
രണ്ട് സൈക്ലിക് പ്രോസസ് ആണ്. അപ്പോൾ ആദ്യത്തേത് ക്ലോക്ക് വൈസ് ആണ്, രണ്ടാമത്തെ എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി എന്താണ് ഇവിടുത്തെ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടുത്തെ ഏരിയ കൂടുതലാണ് അല്ലേ, 2ൻ്റെ ഏരിയ കൂടുതലും ഇനി 1ൻ്റെ ഏരിയ കുറവാണ്. ഈ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഏരിയയെ പോസിറ്റീവ് ഏരിയ എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ഏരിയ കുറവും പിന്നെ നെഗറ്റീവ് ഏരിയ കൂടുതലും. അപ്പം ടോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് ഏത് വരും? നെഗറ്റീവ്. നോക്കൂ, ഇതിൻ്റെ ആൻസർ 5 ജൂൾ ആണെന്നിരിക്കട്ടെ, ഇതിൻ്റെ ആൻസർ -8 ആണെന്നിരിക്കട്ടെ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയേ വരൂ? -3 അല്ലേ വരൂ. അപ്പോൾ ടോട്ടൽ വർക്കിൻ്റെ ആൻസർ എന്ത് വരും? നെഗറ്റീവ് വരും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഇതിൻ്റെ അകത്ത് ഇത് വർക്കല്ലേ, ഇതിൻ്റെ അകത്തുള്ള ഏരിയ എന്ന് പറയുന്നത് വർക്കല്ലേ. ആ വർക്ക് ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് വർക്കായിട്ട് എടുക്കണം, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാം. ആ വർക്കിൻ്റെ ആൻസർ നെഗറ്റീവായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ആൻസർ 5, അത് പോസിറ്റീവായിട്ട് എടുക്കണം. ഇവിടുത്തെ ആൻസർ ഒരു 12, അത് നെഗറ്റീവായിട്ട് എടുക്കണം. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്കായില്ലേ, അതൊരു നെഗറ്റീവ് ആൻസറല്ലേ വരൂ. അത്ഭുത സംഭവമൊന്നുമില്ല. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ടുള്ളതിനെ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, ആൻസർ ഏതാണ്ട് ബാബു ആണ്. അടുത്ത ദിവസം വായിക്കും പെട്ടെന്ന്. പ്രത്യേകിച്ച് ഗവേഷണം നടത്തേണ്ട. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഗ്രാഫ് ഏതെന്ന്? അയ്യേ, ഐസോതെർമൽ പ്രോസസ്സിന്റെ ഗ്രാഫ് ഏത്? 1 അല്ല. 1 എന്ത് പ്രോസസ്സാണ്? കാണുമ്പോൾ അറിയാം, നിങ്ങൾ നോക്കി പറ, ഞാൻ പറയേണ്ട കാര്യമില്ല. പറ, ഏതാണ് അതിൻ്റെ ആൻസർ? സെക്കൻഡ് ചോയ്സ് അല്ലേ? അപ്പം സെക്കൻഡ് ചോയ്സ് ആണ്. അടുത്ത ദിവസം നോക്കൂ. വായിച്ചോ, എന്താണ്? An ideal monoatomic gas undergoes the process AB as in figure. Heat supplied are delta Q and work done is delta W. Delta Q is to delta W എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഒരു അവിടെ തന്നിരിക്കുന്നത് TV ഡയഗ്രമാണ്. ഓക്കെ, ഇനി അപ്പോൾ ആ ഡയഗ്രം ഞാൻ വരയ്ക്കാം. ഇവിടെ വിയും ഇവിടെ ടിയും ആണ്. അപ്പോൾ ഇതാണ് ഡയഗ്രാം. എ, ഇത് ബി. ഓക്കെ, ഇനി ഇവിടെ വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ ഡെൽറ്റ ഡബ്ല്യൂയും ഇനി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൻ്റെ വാല്യൂ ഡെൽറ്റ ക്യൂ ആണ്. ഡെൽറ്റ ക്യൂ ഈസ് ടു ഡെൽറ്റ ഡബ്ല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കൂ, ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നും അല്ല. വായിച്ചു നോക്ക്. ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം വി പ്രപ്പോർഷണൽ ടു ടി ആണെന്ന്. വി പ്രപ്പോർഷണൽ ടു ടി ആണെന്ന് ഏത് പൊട്ടന് മനസ്സിലാവും? അബ്രാമിന് വരെ മനസ്സിലായോ? നമുക്ക് മനസ്സിലായി. ഇനി അടുത്തെന്താണ്? ഇപ്പം വി പ്രപ്പോർഷണൽ ടു ടി ആണ്. അപ്പോൾ ഇത് വി പ്രപ്പോർഷണൽ ടു ടി ആകുമ്പോഴത്തേക്ക് ഇത് എന്ത് പ്രോസസ്സാണ്? അപ്പോൾ അല്ലെങ്കിൽ വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? വി ബൈ ടി ഈസ് എ കോൺസ്റ്റന്റ്. ഇത് ഏത് പ്രോസസ്സാണ്? അപ്പോൾ ഇത് പ്രോസസ് ഐസോബാറിക് ആണ്. എന്ത് പ്രോസസ്സാണ്? ഐസോബാറിക് ആണ്. എടാ 3 പാരാമീറ്റർ അല്ലേ ഉള്ളൂ, വിയും ടിയും പിയും. ഇതൊന്നും വേണ്ട, ഇതെല്ലാം മാച്ചുകളാണ്. വി പ്രപ്പോർഷണൽ ടു ടി 3 പാരാമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പം 3 പാരാമീറ്ററിൽ 2 എണ്ണത്തിന് ഇവിടെ എഴുതി. അപ്പം അടുത്തത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്? പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പ്രോസസ്സാ? ഐസോബാറിക്. ഇത്രയൊക്കെ മനസ്സിലാക്കി എടുക്കാം. ഇനി എന്താണ് വേണ്ടത്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു അല്ലേ വേണ്ടത്? നമുക്ക് ചെയ്യാം. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു ആണ് വേണ്ടത്. ഇനി ഇതിൻ്റെ ഒക്കെ ആൻസറുകൾ പറയണം. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ പറ. MC ഡെൽറ്റ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ടോ? ക്യൂ എന്ന് പറഞ്ഞാൽ MC ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് മോൾസ് ആകുമ്പോൾ ഇതെന്താവും? NC ഡെൽറ്റ ടി എന്ന്, ഡെൽറ്റ തീറ്റയോ ഡെൽറ്റ ടിയോ എന്തെങ്കിലും എഴുതി. ഇനി ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ, അപ്പം ഇങ്ങനെ എഴുതാം. അപ്പം NCP ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ വർക്ക്. നോക്കൂ, വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? NR ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? അതെങ്ങനെ കിട്ടിയത്? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? P ഡെൽറ്റ വി അല്ലേ? PV എന്ന് പറഞ്ഞാൽ എന്താണ്? RT അല്ലേ? അപ്പം PV ഈക്വൽ ടു NRT അല്ലേ? അപ്പം P ഡെൽറ്റ വി ഈക്വൽ ടു പറ
എൻ ആർ ഡെൽറ്റ ടി എന്നല്ലേ വരൂ, കാരണം ഇത് രണ്ടും കോൺസ്റ്റന്റാ. അപ്പൊ വർക്കിന് പകരം എന്തെന്ന് എഴുതി? അപ്പൊ ഇതാണ് വർക്ക്. അപ്പൊ വർക്കിന് പകരം എന്തെഴുതി? എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതി. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പേടിച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ സ്റ്റാർട്ടിങ് തൊട്ട് സുല്ലിട്ടു, ഒന്നും കൂടെ സ്റ്റാർട്ടിങ്. നമുക്ക് വി പ്രപ്പോർഷണൽ ടു ടി ആണെന്ന് മനസ്സിലായോ? ഗ്രാഫ് ഇങ്ങനെ ആയതുകൊണ്ട് അത് മനസ്സിലായി. 3 പാരാമീറ്റർ അല്ലേ ഉള്ളൂ. അടുത്ത പാരാമീറ്റർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പി ഈസ് എ കോൺസ്റ്റന്റ്. ഇത് എന്ത് പ്രോസസിന്റെ ഗ്രാഫാണ്? ഐസോബാറിക് പ്രോസസിന്റെ ഗ്രാഫാണ്. ഇനി ഞാൻ പറഞ്ഞ എന്താണ്, നമ്മുടെ ഇവിടെ കണ്ടുപിടിക്കാനുള്ള കുന്ത്രണ്ട് എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ഡബ്ല്യു ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതല്ലേ വേണ്ടത്? ക്യൂ കാണാനുള്ള ഇക്വേഷൻ പറയണം. ക്യൂ എന്ന് പറഞ്ഞാൽ എം സി ഡെൽറ്റ തീറ്റ നമുക്ക് അറിയാന്നുള്ള ഇക്വേഷൻ അല്ലേ. നമ്പർ ഓഫ് മോൾസ് ആകുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാവും? എൻ സി ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സിക്ക് വരെ സി പി ഇട്ടു, ഡിവൈഡ് ബൈ പി വി ഈക്വൽ ടു എൻ ആർ ടി നമുക്കറിയാം. ഇതിനകത്ത് പി ഡെൽറ്റ വി എന്ന് എഴുതുകയാണെങ്കിൽ എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതിക്കൂടെ? ഈ പി ഡെൽറ്റ വി അല്ലേടാ വർക്ക്. വർക്കിന്റെ ആൻസർ എന്താണ്? പി ഡെൽറ്റ. അപ്പൊ വർക്കിന് പകരം എന്തെഴുതി? എൻ ആർ ഡെൽറ്റ ടി എന്ന് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് വെട്ടാനുള്ളതൊക്കെ വെട്ടിക്കളയുക. എൻ വെട്ടി, ഡെൽറ്റ ടി വെട്ടി, ബാക്കി പറ സി പി ഡിവൈഡഡ് ബൈ ആർ എന്നായോ? ഇനി ഇതിന്റെ വാല്യൂസ് ഇടണം കേട്ടോ. എത്രയാ? സി പി ഡിവൈഡഡ് ബൈ ആർ. അപ്പൊ അതിന്റെ വാല്യൂ ഇടുമ്പോഴത്തേക്ക് 2 ബൈ എത്രയെന്ന് വരും? 2.5 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഒന്നുകൂടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്ക്. മോണോ അറ്റോമിക് ആണ് സാധനം. അപ്പം നിങ്ങൾ അറിയാനുള്ള കാര്യം, നമ്മുടെ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോഴത്തേക്ക് ഏതോടെ റിലേറ്റ് ചെയ്ത് പഠിക്കണം. കൈനറ്റിക്കിൻ്റെ ആ സെക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ മോണോ, ഡൈ, ട്രൈ, അതിൻ്റെയൊക്കെ ഗാമ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ സെക്ഷൻ ഇല്ലേ, അത് നല്ല ഐഡിയ വേണം. അവിടെ ഓരോ സ്ഥലത്ത് സി പി എത്ര വരും, അവിടുത്തെ സി പി വാല്യൂ എത്ര വരും, പിന്നെ അപ്പം ആ സി പി വാല്യൂ എഴുതുമ്പോഴത്തേക്ക് ആ വാല്യൂവിലെ 6 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 2.5 എന്ന് കിട്ടും. ഓക്കെ, അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യും, ആ സെക്ഷൻ ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ. അതിനകത്ത് ഓരോ കേസിൽ സി പിയുടെ വാല്യൂ സംതിങ് ഇൻറ്റു ആർ എന്നാണ് വരുന്നത്. എല്ലാ ഇതിനകത്തും അങ്ങനെയാണ്. എന്നിട്ട് സി പി ബൈ സി വി ഈസ് ഈക്വൽ ടു ഗാമ നമ്മൾ കണ്ടുപിടിച്ചാണ് ഓരോന്നിലും. അപ്പം അതുപോലെ ഇവിടെ സി പിയുടെ വാല്യൂ മോണോ ആകുമ്പോഴത്തേക്ക് എത്ര വരും, ആ വാല്യൂ ഇടുക, സംതിങ് ഇൻറ്റു ആർ. അതിൽ ആറും വെട്ടിപ്പോയി, ബാക്കി ആൻസർ എത്ര എന്ന് വരും? 2.5 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത സാധനം നോക്കൂ. എന്താണ്? വായിക്കൂ. എന്താണ്? An ideal gas expands in such a manner that pressure and volume can be related by the relation PV square is a constant. എന്താണ്? ഒരു ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലേ? അവിടെ നമുക്ക് പി വി സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ എഴുതാമെന്ന്. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, ഇതെന്ത് പ്രോസസ് ആണ്? പി വി റൈസ് ടു ഗാമ ഈസ് എ കോൺസ്റ്റന്റ്. ഈ ഫോമിലല്ലേ? ഇതെന്തിന്റെ ഇക്വേഷനാ? അഡയാബാറ്റിക്കിന്റെ അല്ലേ? അപ്പൊ എന്ത് പ്രോസസ് ആണ്? അഡയാബാറ്റിക് ആണ് സാധനം. അപ്പൊ അഡയാബാറ്റിക് പ്രോസസ് ആണ്. ഇനി എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പൊ നോക്കൂ, അഡയാബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ സഡൻ എക്സ്പാൻഷൻ ആണല്ലേ? സഡൻ എക്സ്പാൻഷൻ സമയത്ത് എന്ത് ചെയ്യും എന്നാണ് ഞാൻ പഠിപ്പിച്ചേ. ഏതാണ് ആൻസർ വരുന്നത്? പി വി. അതിൻ്റെ ആൻസർ വരുന്നത് ബി അല്ലേ? കൂളിംഗ് എഫക്റ്റ് അല്ലേ ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് പറയണോ? അത് നമ്മൾ പറഞ്ഞതല്ലേ. ഇത് കൂളിംഗ് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സഡൻ എക്സ്പാൻഷൻ സമയത്ത് എന്തുണ്ടാവും? കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ് ആണ്. അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും? കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. ഇനി അടുത്ത് നോക്കൂ. അപ്പോൾ ചോയ്സ് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Equation of a state of a gas is given by എന്താണ് പറഞ്ഞിരിക്കുന്നത്? P into V minus B equal to R nRT എന്നാണ്. 1 mole of gas ആണ് എടുക്കുന്നത്. 1 mole gas is isothermally expanded from V to 2V. വർക്ക് ഡൺ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് കണ്ടുപിടിക്കണം അല്ലേ? സിമ്പിൾ ആണത്. നോക്കാം, എൻ്റെ ആൻസർ ഇവിടെ നോക്ക്. സ്ട്രെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. വർക്കിൻ്റെ ആൻസർ നോക്ക്. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടല്ലേ? പി ഇതിനകത്തുനിന്ന് പി ഈക്വൽ ടു എൻ ഇതല്ലേ തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് പി കണ്ടുപിടിച്ചു.
പി കണ്ടുപിടിക്കുക, സൂക്ഷിച്ച് ചെയ്യണം. പി എത്ര വരും? അപ്പൊ nRT/V - B എന്ന് വരും. ഇതാണ് പ്രഷറിന്റെ ആൻസർ. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ പി ഡി വി എന്നുള്ള ജനറൽ ഫോർമുല ഇല്ലേ, പി ഡെൽറ്റ വി, അത് തന്നെ. അപ്പൊ ഇവിടെ വോളിയം എത്രയിലോട്ട് മാറി? ഇവിടുത്തെ വേരിയബിൾ എത്ര മക്കളെ? ഡി വി അല്ലേ. അപ്പൊ V to 2V. ഇനി അപ്പൊ വർക്ക് ഈസ് ഈക്വൽ ടു പറഞ്ഞോ, ഈക്വൽ ടു ഇന്റഗ്രൽ V to 2V പറഞ്ഞോ. ഇതിനകത്ത് വാല്യൂ ഈ പിക്ക് പകരം nRT ഡിവൈഡഡ് ബൈ V - B, അടുത്ത dV. ഇനി ഈക്വൽ ടു പറഞ്ഞോ, നമുക്കിതിനകത്തുനിന്ന് nRT ഇങ്ങെടുക്കാം, ബാക്കി ഇന്റഗ്രൽ V to 2V 1/V - B dV എന്നാണ്. അപ്പൊ ഈക്വൽ ടു nRT അതുപോലെ എഴുതി 1/x dx ഫോമിൽ അല്ലേ, അപ്പൊ ln x എന്നല്ലേ, അപ്പൊ ln V - B എന്ന് വരില്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എന്തിലിടും? സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് വിയും 2Vയും കൊടുക്കും. അപ്പൊ എന്തായി? ഈക്വൽ ടു nRT അതുപോലെ എഴുതി പറഞ്ഞോ, ln വിക്ക് പകരം 2V, അപ്പൊ 2V - B മൈനസ് ln പറ, വിക്ക് പകരം V തന്നെ, V - B എന്ന് എഴുതി. ഇനി nRT അതുപോലെ എഴുതി. ഇനി ഇത് log A - log B ഫോം അല്ലേ, അപ്പൊ log പറയൂ A/B എന്ന് എഴുതി കൂടെ. അപ്പൊ 2V - B ഡിവൈഡഡ് ബൈ V - B എന്ന് എഴുതി കൂടെ. ഇങ്ങനൊരു ചോയ്സ് അതിനകത്തുണ്ടോ? എന്താണ് nRT 2V - ഇനി ഇവിടെ എന്നിന്റെ വാല്യൂ എത്ര ഇടുക? എന്നിന്റെ വാല്യൂ 1 മോൾ അല്ലേ, എന്നിന്റെ വാല്യൂ 1 കൊടുക്കുക. അപ്പൊ ആൻസർ RT ln 2V - B ബൈ V - B എന്നുള്ള ചോയ്സ് ഉണ്ടോ നോക്കൂ. RT ln 2V - B ബൈ V - B ഏതാണ്? ഫസ്റ്റ് ചോയ്സ് അല്ലേ. അപ്പൊ ചോയ്സ് ഈസ് എ. ഞാൻ ഇതൊന്നും കൂടെ എഴുതി കാണിക്കാം, ചിലർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നു വരണ്ടിട്ട്. ഇന്റഗ്രേഷൻ ആണ്, +2 കഴിഞ്ഞവരാണ്. ഇനിയൊക്കെ ഇന്റഗ്രേഷൻ ഒക്കെ പറയുമ്പം നെറ്റ് വിളിച്ചിട്ട് കാര്യമുണ്ടോ? പടപട പറയേണ്ടതാണ് നിങ്ങൾ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കേ, വായിച്ചോ? എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ഒരു ഇക്വേഷന്റെ ഗ്യാസ്, ഒരു ഇക്വേഷൻ ഓഫ് എ ഗ്യാസ് തന്നിട്ടുണ്ട്. എന്താണ്? P × V - B ഈക്വൽ ടു nRT എന്നാണ് നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമ്മൾ പി അങ്ങ് കണ്ടുപിടിച്ചെന്ന്. പി ഈക്വൽ ടു എന്ത് വരും? nRT ബൈ V - B. ഇനി എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാണെന്ന് പറയുന്നുണ്ട്? 1 മോൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് എഴുതാം. അപ്പൊ പി ഈക്വൽ ടു എന്ത് വരും? RT ബൈ V - B. പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ചോദിച്ചിരിക്കുന്നത് വോളിയം എത്രയായി? വോളിയം V ഇന്ന് 2Vയിലോട്ട് മാറുന്നു. വർക്ക് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഇന്റഗ്രൽ PdV എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇവിടെ വോളിയം, ഇവിടുത്തെ വേരിയബിൾ V ആണെന്ന് മനസ്സിലായി. ഇപ്പൊ ഇനീഷ്യൽ വോളിയം ടു ഫൈനൽ വോളിയം. ഇനി ഈക്വൽ ടു ഇന്റഗ്രൽ പറ. പിക്ക് പകരം RT ബൈ V - B എന്നാണ്. ഇനി dV അതുപോലെ എഴുതി. ഇവിടെ V to 2V, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. സോ വർക്ക് ഈസ് ഈക്വൽ ടു പറഞ്ഞോ, RT വെളിയിലെടുത്തല്ലേ, RT വെളിയിലെടുത്തു. ഇന്റഗ്രൽ V to 2V പറഞ്ഞോ 1/V - B dV എന്നാണ്. പേടിച്ചില്ല, ബാക്കി പറയും. സോ വർക്ക് ഈസ് ഈക്വൽ ടു പറഞ്ഞോ RT അതുപോലെ എഴുതി. ഇന്റഗ്രൽ 1/x dx ഫോമിലല്ലേ, അപ്പൊ ln x എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ln ഇവിടുത്തെ എക്സിന് പകരം എന്താണ്? V - B. ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണമെന്നാണ് റൂള്, ഇത് സൈഡിൽ എഴുതണം. ഇനി വർക്ക് ഈസ് ഈക്വൽ ടു RT അതുപോലെ എഴുതി. ഇനി ln പറഞ്ഞോ, വിക്ക് പകരം 2V - B മൈനസ് ln വിക്ക് പകരം V തന്നെ, V - B. ഇനി അടുത്ത് വർക്ക് ഈസ് ഈക്വൽ ടു RT അതുപോലെ എഴുതി. log A - log B എന്ന് പറഞ്ഞാൽ എന്താണ്? log A/B അല്ലേ, അപ്പൊ log പറ 2V - B ഡിവൈഡഡ് ബൈ V - B എന്നാണ്. ഇങ്ങനൊരു ചോയ്സ് അതിനകത്തുണ്ടോ? ചോയ്സ് ഉണ്ട്. അപ്പൊ ചോയ്സ് ഈസ് എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A gas mixture consists of 4 moles of oxygen. 4 mole oxygen. അടുത്ത 6 mole argon. അല്ലേ, ഇത് ഡയറ്റോമിക്, ഇതാണെങ്കിലോ മോണോറ്റോമിക്. അതൊക്കെ അറിയാം.
at a temperature T, neglecting all vibrational mode, total internal energy എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അത് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കി. ആൻസർ ഓക്സിജന്റെ കേസിൽ പറഞ്ഞോ, നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓക്സിജന്റെ കേസിൽ പറഞ്ഞോ, 4 മോൾ അല്ലേ? 4 ഇൻറ്റു ആ ലാസ്റ്റ് സ്റ്റെപ്പുകൾ ഓർമ്മയിൽ വേണം, അല്ലാതെ നമുക്ക് സ്റ്റാർട്ടിങ്ങോട്ട് എഴുതി നോക്കാനൊന്നും സമയമില്ല. 4 ഇൻറ്റു എത്ര? 4 മോൾ അല്ലേ? 4 ഇൻറ്റു നമ്മളതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത്, N ഇൻറ്റു 5/2 RT എന്നാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു 5/2 RT. അപ്പോൾ എത്ര വരും? 20/2. എത്ര? 10 RT എന്നാണ് വരുന്നത്. 10 RT. ഓക്കെ. ആർഗോണിൻ്റെത് എത്ര മോളാണ്? 6 മോളല്ലേ? അപ്പോൾ 6 ഇൻറ്റു മോണോറ്റോമിക്കിൻ്റെ ആകുമ്പോഴത്തേക്ക് ഇവിടെ 5/2 RT ആണോ 3/2 RT ആണോ? 3/2 RT. അപ്പോൾ 3/2 RT ആണ് വരുന്നത്. അത് ഒന്ന് റെഫർ ചെയ്തേക്കണം നന്നായിട്ട്, ആ സെക്ഷനിൽ നിന്ന് ആവശ്യം വരും. സീക്വൽ ടു എത്ര വരും? ഇത് 3 ആയി, അപ്പം 9 RT എന്നായി. ഓക്കെ. ഇനി ടോട്ടൽ കാണാൻ എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യുക. ടോട്ടൽ ഈസ് ഈക്വൽ ടു 10 RT പ്ലസ് 9 RT. എത്ര? 19 RT എന്ന് വരും. ആൻസർ ഉണ്ടോ? 15 സോറി, ആ ക്വസ്റ്റിൻ്റെ ആൻസർ ഉണ്ടോ നോക്കൂ. RT ലാസ്റ്റ് ചോയ്സ് ആണ്, ഡി ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനകത്ത് ഗവേഷണം നടത്തരുത്. ഇത് ഓക്സിജൻ ഡയറ്റോമിക് ആണെന്നും ആർഗോൺ മോണോറ്റോമിക് ആണെന്നും അറിഞ്ഞുകൂടാത്തവർക്ക് പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. അപ്പം നോക്ക്, അപ്പം ഇത് ആ ഡെറിവേഷനിൽ നമ്മൾ CP/CV ഗാമയൊക്കെ കണ്ടുപിടിക്കുന്ന ആ ഡെറിവേഷനിൽ ലാസ്റ്റ് സ്റ്റെപ്പിനോട് അടുത്തുള്ള സ്റ്റെപ്പാണ് അവിടെ വരുന്നത്. ഡയറ്റോമിക് ആകുമ്പോഴത്തേക്ക് ഇവിടെ N ഇൻറ്റു 5/2 RT എന്നാണ് വരുന്നത്. ഇനി മോണോറ്റോമിക് ആകുമ്പോഴത്തേക്ക് ആ സ്റ്റെപ്പിൽ നിങ്ങൾ നോക്കിയാൽ അത് 6 ഇൻറ്റു 3/2 RT എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആണ്, ഇവിടുത്തെ അടുത്തതിൽ ഇതിൻ്റെ വാല്യൂ 6 ആണ്. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് 2 റിസൾട്ട്സ്. രണ്ടും കൂടെ ആഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ദ ടോട്ടൽ. അപ്പം 19 RT എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. PV ഡയഗ്രാം ഓഫ് എ സൈക്ലിക് പ്രോസസ് ആണ് തന്നിരിക്കുന്നത്. ഒരു സൈക്ലിക് പ്രോസസിന്റെ PV ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ പിയും ഇവിടെ വിയും ആണ്, ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ? ABCA ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഞാൻ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡ്യൂറിങ് A to B, എന്ന് ബിയിലോട്ടുള്ള പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? എയിലായിരിക്കുമ്പോൾ പ്രഷർ ഇതാണ്, ബിയിലായിരിക്കുമ്പോൾ പ്രഷർ കുറഞ്ഞു അല്ലേ? അപ്പം പ്രഷർ കുറഞ്ഞു. എയിലായിരിക്കുമ്പോൾ വോളിയം ഇതാണ്, ബിയിലായിരിക്കുമ്പോൾ വോളിയം ഇതാണ്, അപ്പോൾ വോളിയവും കുറഞ്ഞു. ഓക്കെ, ഇപ്പം പ്രഷർ വോളിയവും കുറയുന്നു. അപ്പം എന്ത് ചെയ്യും? ടെമ്പറേച്ചറും ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? കുറയും. ശരിയല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ നോക്കൂ, ഇന്റേണൽ എനർജിയുടെ ആൻസർ നെഗറ്റീവ്, അപ്പോൾ വർക്കിൻ്റെ ആൻസറും നെഗറ്റീവ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ ആൻസർ നെഗറ്റീവ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോയ്സ് കറക്റ്റ് ആണ്. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് പറഞ്ഞ് ആക്രാന്തം പിടിക്കരുത്. ഒന്നുകൂടെ ഇത്രയും പറയാം. AB എന്ന് പറയുന്നതിനകത്ത് എയുടെ അകത്തുള്ള പ്രഷർ ഇതാണ്, ബിയിലെ പ്രഷർ ഇതാണ്, പ്രഷർ കുറഞ്ഞു. A ലെവലിലുള്ള വോളിയം ഇതാണ്, B ലെവലിലുള്ള വോളിയം ഇതാണ്, വോളിയം കുറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ കുറയും, ഇന്റേണൽ എനർജി കുറയും. അപ്പോൾ വർക്കിൻ്റെ ആൻസർ എന്തേ വരൂ? നെഗറ്റീവേ വരൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസായി. ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? B2Cയിൽ നിങ്ങൾ നോക്ക്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്. B തൊട്ട് C വരെയുള്ള സ്ഥലത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ വോളിയം കൂടി അല്ലേ? B തൊട്ട് C വരെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം കൂടി അല്ലേ? അപ്പോൾ വോളിയം കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നോക്ക്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ടെമ്പറേച്ചർ നോക്കൂ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇന്റേണൽ എനർജിയുടെ ആൻസർ പോസിറ്റീവ് വരും. അപ്പോൾ അടുത്ത കേസിൽ B2C അത് പോസിറ്റീവ് വരും, വർക്കിൻ്റെ ആൻസർ പോസിറ്റീവ് വരും. സോറി, ഇന്റേണൽ എനർജിയുടെ ആൻസർ പോസിറ്റീവ് വരും. ഒന്നുകൂടെ നോക്ക്, B തൊട്ട് C വരെയുള്ള സെക്ഷൻ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. ഇനി വോളിയം കൂടി,
നോക്കൂ, അപ്പോൾ ഇന്റേണൽ എനർജിയുടെ ആൻസർ പോസിറ്റീവ് വരും. ഇനി നോക്ക്, ഇനി അടുത്ത സെക്ഷൻ നോക്കിയാണ്. അടുത്ത സെക്ഷൻ നോക്കിയേ, അടുത്ത ചോയ്സ് നോക്കിയാൽ മതി. CAB ആണ്. CAB വർക്കിന്റെ വാല്യൂ നെഗറ്റീവ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സിന്ന് ബിയിൽ വന്നിരിക്കും. CAB സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നോക്കിയാൽ മതി. വോളിയം കുറഞ്ഞു, അപ്പോൾ വർക്കിന്റെ ആൻസർ നെഗറ്റീവ് വരും അല്ലേ? വർക്കിന്റെ ആൻസർ നെഗറ്റീവ് വരും. അപ്പം 3 ചോയ്സും കറക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 ചോയ്സും കറക്റ്റാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്നും മനസ്സിലായില്ലെങ്കിലും ആ സാധനം ഒന്ന് നോക്കിയെങ്കിലും വെച്ചിട്ട് പോവുക. ഓക്കെ, അടുത്ത് അപ്പം നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്ത് വെച്ചിട്ടാണ്? ആ ഓരോ ചോയ്സും വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. ആദ്യത്തേൽ Q കണ്ടുപിടിച്ചു, രണ്ടാമത്തേൽ ഇന്റേണൽ എനർജി എങ്ങനെ നോക്കി, മൂന്നാമത്തേൽ വർക്ക് എങ്ങനെയാണ് നോക്കി. ഓക്കെ, അടുത്ത് 17. ഇൻ സൈക്ലിക് പ്രോസസ് ABCDA നോക്കൂ, ഏരിയ ABCD നോക്കൂ. ഏരിയ ABCD എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ല വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. ഇനി ഏരിയ ABCD എന്ന് പറയുന്നത് നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് ആണ് എന്ന് പറയുന്നുണ്ട്, അല്ല Q1 മൈനസ് Q2 ആണ്. ഇനി നമ്മൾ കാർണോട്ടല്ലേ സാധനം. ഇനി അടുത്തെന്താണ്? അത് ആൾമോസ്റ്റ് അതുപോലത്തതാണ്. ഇനി അടുത്തെന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0. നമുക്ക് ഒരു ഫുൾ സൈക്കിൾ ആയില്ലേ, അപ്പോൾ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയായിരിക്കും? 0. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. എൻ്റെ ആൻസർ അത് തന്നെ. ഓക്കെ, അപ്പം ആൻസർ എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0 ആയിരിക്കും. അപ്പം ഞാൻ ഒന്നും കൂടെ പറയാം. അവിടെ ABCDയുടെ ഏരിയ എടുത്താൽ എന്താ വരിക? ഏരിയ എടുത്തു കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്, നമ്മൾ ചെയ്തതാണ്. ഇനി അടുത്തെന്താണ്? ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് അബ്സോർബ്ഡ്, നെറ്റ് ഹീറ്റ് അബ്സോർബ്ഡ് അല്ല. ഇപ്പോൾ Q1 മൈനസ് Q2 അതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അവിടെ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്തിൻ്റെ ആൻസറാണ്? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്. ഇനി അടുത്തെന്താണ്? സൈക്ലിക് പ്രോസസ് അല്ലേ, ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എത്തുന്നില്ലേ, അപ്പോൾ ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അതാണ് ഓർക്കേണ്ടത്. ഓക്കെ, അടുത്ത ദിവസം നോക്ക്. 1 mole ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ് ഈസ് ക്യാരിഡ് അലോങ് ദ പ്രോസസ് A, B, C, പിന്നെ D, E, A. ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് എത്രയെന്നാണ്. അപ്പം മേളിലൊരു ഏരിയ ഉണ്ട്, താഴെ ഒരു ഏരിയ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഏരിയ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഒന്ന് നോക്കിയാൽ ചുമ്മാ സിമ്പിള്. ഒരെണ്ണം ഏരിയ ഓഫ് ABC മൈനസ് ഏരിയ ഓഫ് താഴെ ഉള്ളത്. അപ്പോൾ ഒന്ന് മൈനസ് ചെയ്തേ. ഏരിയ മേലുള്ള ഏരിയ എന്താണ്? ഹാഫ് BH ആണ് നമ്മുടെ ഇക്വേഷൻ. ഹാഫ് BH മേലിൽ ഹാഫ്. അവിടുത്തെ ബേസ് എന്ന് പറയുന്നത് BC അല്ലേ? BC 1. അവിടുത്തെ H എന്ന് പറയുന്നത് AC അല്ലേ? അത് 2. പിന്നെ പ്ലസ് മൈനസ് അടുത്ത ഏരിയ എന്താണ്? ഹാഫ് BH ആണ്. ഹാഫ് അവിടുത്തെ B എത്ര? D ആണ്, അത് 1 അല്ലേ? ഇനി അടുത്ത് H എന്ന് പറയുന്നത് DA ആണ്, അത് 2 അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ എത്ര വരും? ആൻസർ നമുക്കതിനകത്ത് നോക്കൂ, ABCDEA എന്നാണ്. അപ്പൊ അതിനകത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ABCയുടെ AEDയുടെ ഏരിയ ഹാഫ് ഇൻറ്റു 1. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയില്ലേ? രണ്ടാമത്തെ താഴെയുള്ളതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ തെറ്റല്ലേ? ഹാഫ് BH. B1 തന്നെ. H എന്ന് പറയുന്നത് 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 അല്ലേ? അല്ലേ? പിന്നെ അവിടെ ആദ്യത്തെ കറക്റ്റ് തന്നെ. ഹാഫ് BH. ഹാഫ് ബേസ് എന്ന് പറയുന്നത് BC എന്ന് പറയുന്നത് 1. ഇനി H എന്ന് പറയുന്നത് AC എന്ന് പറയുന്നത് 2, അതും കറക്റ്റ് തന്നെ. അടുത്തതിൽ ഹാഫ് ബേസ് എന്ന് പറയുന്നത് D, അത് 1 ആണ്. ഇനി H എന്ന് പറയുന്നത് AD
എ ഡി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് എത്ര വരും? ഇത് വെട്ടിപ്പോകുമ്പോൾ 1 മൈനസ് ഹാഫ്. ആൻസർ എത്ര വരുന്നത്? ഹാഫ് എന്ന് വരും. ഒരു ചോയ്സ് ഉണ്ടോ? ആൻസർ ഈസ് ക്യാറ്റ്. ഇതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റാർട്ടിംഗ് വിത്ത് ദ സെയിം ഇനീഷ്യൽ കണ്ടീഷൻസ്, an ideal gas expands from volume V1 and V2 in 3 different ways. ഇനീഷ്യൽ കണ്ടീഷൻ സെയിം ആണ്. ഒരു ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനീഷ്യൽ വോളിയം V1, ഫൈനൽ വോളിയം V2. 3 രീതിയിലാണ് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് W1 if process is isothermal, W2 if isobaric, W3 if adiabatic. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമുക്ക് ഗ്യാസിൻ്റെ കണ്ടീഷൻസ് മാറുന്നു. ഇനി വോളിയം V1 നിന്ന് V2യിലേക്കാണ് ചേഞ്ച് ആകുന്നത്. അത് 3 പ്രോസസ്സ് വഴിയാണ്. ഒന്നാമത്തത് ഏത് പ്രോസസ്സാണ്? ഐസോതെർമൽ. രണ്ടാമത്തത് ഐസോബാറിക്. മൂന്നാമത്തത് അഡയാബാറ്റിക്. ഓരോന്നിലും ചെയ്യുന്ന വർക്ക് W1, W2, W3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് വർക്കായിരിക്കും കൂടുതൽ? നിങ്ങൾ തന്നെ പറ, ഏത് കേസിലായിരിക്കും വർക്ക് കൂടുതൽ? എന്താണ് ആൻസർ എഴുതിയിരിക്കുന്നത് നോക്കൂ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്ന നോക്കൂ. കണ്ടോ? ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടല്ലേ. ഇപ്പം ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പി വി സെയിം പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ 3 ഗ്രാഫുകളുണ്ടല്ലേ. 3 ഗ്രാഫുകളുണ്ട്. ഏതൊക്കെയാണ്? ഒരെണ്ണം ഏതാ? ഒന്നാമത്തേതാണ്, രണ്ടാമത്തേതാണ്, മൂന്നാമത്തേതാണ്. ഓക്കെ, ഇതിൽ ചെയ്യുന്ന വർക്ക് W1, ഇതിൽ ചെയ്യുന്ന വർക്ക് W2, ഇത് W3. ഇങ്ങനെ 3 വർക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 3 ഗ്രാഫുകൾ. ഇനി ഏരിയ ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണെന്ന് നോക്ക്. ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ വരൂലേ. രണ്ടാമത്തത് ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും വരൂലേ. മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും വരൂലേ. ഇപ്പം ഏതിലാണ് ഏരിയ ഏറ്റവും കൂടുതൽ? ഫസ്റ്റ് ഇതിനകത്തല്ലേ. അപ്പോൾ ഏരിയ കൂടുതലാണെങ്കിൽ വർക്ക് കൂടുതലായിരിക്കും. വർക്ക് 2 ഗ്രേറ്റർ ദാൻ W1 ഗ്രേറ്റർ ദാൻ W3 എന്നല്ലേ വരിക അല്ലേ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ? ഇതിനകത്ത് അത്ഭുത സംഭവങ്ങളൊന്നുമില്ല. ഫസ്റ്റ് സാധനം ഇതാണ്. ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലത്തെ ഏരിയ. ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലത്തെ ഏരിയ. ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലത്തെ ഏരിയ. ഏരിയ ഏറ്റവും കൂടുതൽ ഇതിലല്ലേ. അപ്പോൾ വർക്ക് 2 ഏറ്റവും കൂടുതൽ, വർക്ക് 1 രണ്ടാമത്, വർക്ക് 3 മൂന്നാമത്. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An ideal gas undergoes a cyclic process A, B, C, D, A. The amount of work done by the gas. Amount of work done by the gas എത്രയെന്ന് കണ്ടുപിടിക്കണം. വർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണേ. അപ്പോൾ ഇതാണ് സംഭവം. ഇവിടെ P, ഇവിടെ V. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ ലെവലിലുള്ളത് 2PO, ഇവിടെ ഈ ലെവലിലുള്ളത് PO, ഈ ലെവലിലുള്ളത് VO, ഈ ലെവലിലുള്ളത് 3VO. ഇത്രയാണ് തന്നിരിക്കുന്നത്. എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എത്രയെന്നാണ്. ചുമ്മാ സിമ്പിളായിട്ട് നോക്കൂ. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണും? ഓരോ സൈഡായിട്ട്. അപ്പോൾ ഏരിയ എങ്ങനെയാണ്? വർക്ക് ഡൺ അല്ലേ ചോദ്യം. വർക്ക് എന്ന് പറഞ്ഞാൽ ഏരിയ എങ്ങനെ കാണും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇപ്പോൾ ലെങ്ത് എത്രയാ? 2V0. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു B എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? P0. ആൻസർ ഉണ്ടോ? 2P0 V0. ഇനി ഈ പ്രോസസ്സ് നടത്തുന്ന ഗ്രാഫ് സൂക്ഷിക്കണം. A, B, C, D. അപ്പം ഇതിനകത്ത് ഇങ്ങനെയാണ്. ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ്. അപ്പം -2V0 P0 എന്നാണ് വർക്കിൻ്റെ ആൻസർ. അത് സൂക്ഷിച്ചോണം. ഈ ആരോ സൂക്ഷിച്ചോണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ വർക്കിൻ്റെ ആൻസർ എന്താണ്? നെഗറ്റീവ് വരും. അത്ഭുത സംഭവമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിനകത്തുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അത് നിങ്ങൾക്ക് കാണാറിയാം. ഇനി ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്ത് കൊടുക്കുന്നു? നെഗറ്റീവ്. ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ പോസിറ്റീവ് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്.
PV ഡയഗ്രാം ഫോർ ഐഡിയൽ ഗ്യാസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത് എന്ത് ഏതാണ് ഇത്? നോക്കൂ, ഇത് ഏത് പ്രോസസ്സാണെന്ന് പറയൂ. PV ഡയഗ്രാം ആണ്. അപ്പോൾ ഐസോതെർമൽ ആവാം. അവിടെ ഒരു സാധനം കൂടെ എഴുതിയിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാം. P is equal to constant by V എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ PV is a constant എന്നു അവിടെ കിട്ടും. PV is a constant എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയാണ്? ഐസോതെർമൽ അല്ലേ? അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ PT ഗ്രാഫ് ഏത് വരും? PT ഗ്രാഫ് ഏത് വരും? ഐസോതെർമൽ ആണ്. ഇങ്ങനെയല്ലേ വരൂ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാണ്? 1 ആണോ? അതിനകത്ത് ഏത് ചോയ്സാണ് പറഞ്ഞിരിക്കുന്നത്? 3 ആവാം 4 ആവാം അല്ലേ? 3 ആവാം 4 ആവാം. ഇനി ഒരു കാര്യം കൂടെ അവിടെ സൂക്ഷിക്കണം, 3 ആവാം 4 ആവാം. അപ്പോൾ ആ ചോയ്സിൽ രണ്ടെണ്ണം ഒരുപോലെയാണ് ഇരിക്കുന്നത്, 3ഉം 4ഉം. അപ്പോൾ അതിൽ ഏതാണ് ആൻസർ എന്ന് ഫിക്സ് ചെയ്യാൻ വരട്ടെ. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇതിൽ ഇവിടെ P, ഇവിടെ V. വോളിയം നമുക്ക് വേണ്ടത് പ്രഷർ അല്ലേ ഇവിടെ വേണ്ടേ? പ്രഷർ, ഇത് സ്റ്റാർട്ടിങ്, ഇത് എൻഡിങ്. സ്റ്റാർട്ടിങ്ങിലെ പ്രഷർ കൂടുതലും എൻഡിങ്ങിലെ പ്രഷർ കുറവുമായിരിക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ പ്രഷർ കുറവും എൻഡിങ്ങിലെ പ്രഷർ കൂടുതലായിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? സ്റ്റാർട്ടിങ്ങിലെ പ്രഷർ കൂടുതലായിരിക്കണം. അപ്പോൾ 1, ഈ സമയത്ത് പ്രഷർ കൂടുതൽ. ഇവിടെ എങ്ങനെ 2 എഴുതുക? പ്രഷർ കുറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ ഇതല്ലേ ഗ്രാഫ് വന്നിരിക്കുന്നത്. ഇതെന്ത് സാധനം? ഇത് അഡയാബാറ്റിക് ആവാം, ഐസോതെർമൽ ആവാം. ഇനി അതിൻ്റെ അടുത്ത് ഈ കുന്ത്രണ്ടെണ്ണം തന്നിട്ടുണ്ട്. P is equal to constant by V. അപ്പോൾ PV is a constant എന്നായി. PV is a constant എന്തിൻ്റെയാണ്? ഐസോതെർമൽ. അപ്പോൾ ഐസോതെർമൽ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് Tയും Pയും കണക്ട് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാനാണ്. ഐസോതെർമൽ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ചു. ഇനി നമ്മൾ നോക്കിയത് P എങ്ങനെ വരുമെന്നാണ്. ഇവിടെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ P കൂടുതലായിരിക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ലെവലിലെ P കൂടുതലായിരിക്കണം, 2ൻ്റെ ലെവലിലെ P കുറവായിരിക്കണം, 2ൻ്റെ ലെവലിലെ P കുറവായിരിക്കണം. കറക്റ്റ്. അപ്പോൾ ഇതല്ലേ? അപ്പോൾ അതിനകത്ത് ചോയ്സ് 3ഉം 4ഉം ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇതുപോലെ പ്രഷറും കൂടെ കറക്റ്റായിട്ട് വരുന്ന ചോയ്സ് ഏതാണ്? ചോയ്സ് 3 അല്ലേ? അപ്പോൾ C ആണ് അതിൻ്റെ ആൻസർ. ക്യാറ്റാണ് ആൻസർ. അത് പെട്ടെന്ന് നോക്കിയിട്ട് ആൻസർ തിരിച്ചു കളയരുത് കേട്ടോ. അക്ഷരങ്ങളൊക്കെ വായിച്ചു നോക്കണം. ചിലതൊക്കെ സിമിലർ ആയിട്ടുള്ള അക്ഷരങ്ങളവന്മാർ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ വിച്ച് ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചേഴ്സ്. അതിനകത്ത് എഴുതി ചേർത്തോ 500 കെൽവിൻ ആൻഡ് 300 കെൽവിൻ. ഇപ്പോൾ T1ൻ്റെ വാല്യൂ, ഹൈ ടെമ്പറേച്ചർ എപ്പോഴും T1 ആയിട്ട് എടുക്കണം, 500 കെൽവിൻ. അടുത്ത T2ൻ്റെ വാല്യൂ 300 കെൽവിൻ. എഫിഷ്യൻസി എത്രയെന്ന് നിങ്ങൾ പറയൂ. 1 - T2/T1. ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക, ആൻസർ കിട്ടും. അതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യും? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ ക്യാറ്റ് എന്ന് കിട്ടും. ക്യാറ്റ്. അത് പ്രത്യേകിച്ച് പറയണ്ട. അടുത്ത, ഇൻ ആൻ അഡയാബാറ്റിക് പ്രോസസ് ദ ക്വാണ്ടിറ്റി വിച്ച് റിമെയിൻസ് കോൺസ്റ്റന്റ്. അഡയാബാറ്റിക് പ്രോസസ്സിൽ എന്താണ് നമ്മൾ പറഞ്ഞ? ഡെൽറ്റ ക്യൂവിൻ്റെ ആൻസർ 0. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് 0. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിന് ചേഞ്ച് ഇല്ല. സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ടോട്ടൽ ഹീറ്റ് ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റന്റ്. അതല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ ആൻസർ ഈസ് ലാസ്റ്റ് ചോയ്സ് D ആണ്. അടുത്ത നോക്ക്. ദ ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. ഏത് പ്രോസസ് ആയിരിക്കും? ഇന്റേണൽ നോക്ക്. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നല്ലേ? ഈ പ്രോസസ്സിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസ് ഇൻ ഇന്റേണൽ എനർജി വർക്കിന് ഈക്വൽ ആണ്. ഈ സാധനത്തിന് ഈക്വൽ ആവണമെങ്കിൽ ഇത് എത്ര വരണം? 0 വരണ്ടേ? അപ്പം ഇത് 0 വന്നാൽ എന്തായി? ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതിക്കൂടെ? ഇത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ലേ? അപ്പം മാഗ്നിറ്റ്യൂഡ് ഈക്വൽ വരണമെങ്കിൽ എന്ത് പ്രോസസ്? ഡെൽറ്റ ക്യൂ 0 വരുന്ന പ്രോസസ്. അതേത് പ്രോസസ്? അഡയാബാറ്റിക് പ്രോസസ്. അപ്പോൾ സെക്കൻഡ് ചോയ്സ്. ഒന്നും കൂടെ, നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ്. ഇതിൽ ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ 0 വരുന്ന പ്രോസസ് എന്നാണ് ചോദ്യം. അപ്പോൾ അതങ്ങനെ മനസ്സിലായി. ഡെൽറ്റ യുവും ഡെൽറ്റ ഡബ്ല്യുവും സെയിം വരണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് 0 ആയാലല്ലേ ഇതേ പ്ലസ് ഇത് 0 വരും.
അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ വരണമെങ്കിൽ ഇത് 0 ആവണം. ഡെൽറ്റ ക്യൂ 0 ആവണം. ഡെൽറ്റ ക്യൂ 0 ആവുന്ന പ്രോസസ് ഏത്? ഡെൽറ്റ ക്യൂ 0 ആവുന്ന പ്രോസസ് ഏത്? അഡയാബാറ്റിക് പ്രോസസ്. അപ്പോൾ ആൻസർ ഈസ് സെക്കൻഡ് ചോയ്സ്. അടുത്ത വായിക്കുക. വായിച്ചോ? An engine is working. It takes 100 calories of heat from source. നോക്കൂ, എന്താണ് എത്ര കലോറി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്ന്? 100 കലോറി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു സോഴ്സിൽ നിന്ന്. അപ്പോൾ Q1 തന്നിട്ടുണ്ട്. Q1 ഈസ് ഈക്വൽ ടു 100 കലോറി. മാറ്റാനൊന്നും പോണില്ല ഞാൻ. ഇനി അടുത്ത് എത്ര ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു? Q2 ഈസ് ഈക്വൽ ടു 80 കലോറി. ഇനി ടെമ്പറേച്ചർ ഓഫ് സോഴ്സ് T1 എത്രയാ? 127 ഡിഗ്രി സെൽഷ്യസ്. അതിനെ നിങ്ങൾ കൈ കൊണ്ടേ കെൽവിനിലോട്ട് മാറ്റണേ. അപ്പോൾ അതിനെ നമുക്ക് കെൽവിനിലോട്ട് മാറ്റാം. അപ്പോൾ എത്ര വരും? 127 പ്ലസ് 273. അപ്പോൾ എത്ര വരും? 400 കെൽവിൻ. ഇനി T2 എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതല്ലേ ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ ഓഫ് സിങ്ക് എത്രയെന്ന്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ പറ. 1 മൈനസ് T2 ബൈ T1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓർ 1 മൈനസ് Q2 ബൈ Q1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ വാല്യൂ ചുമ്മാ പറക്കി വയ്ക്കുക. സോ 1 മൈനസ് പറയൂ. T2 എത്രയാ? അറിഞ്ഞുകൂടാ. ബൈ T1 എത്രയാണ്? 400 ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 എത്രയാ? 80. Q1 എത്ര? 100. അപ്പോൾ എത്രയായി? 1 കട്ട് ചെയ്തു. ബാക്കി T2 മൈനസും കട്ട് ചെയ്തു. ബാക്കി പറയാം T2 ബൈ 400 ഈസ് ഈക്വൽ ടു 80 ബൈ 100. അപ്പോൾ അപ്പുറം ഇതും കട്ട് ചെയ്തു. ബാക്കി പറ T2 ഈസ് ഈക്വൽ ടു എത്ര? 320 കെൽവിൻ. അപ്പോൾ അതിനെ എന്തിലോട്ട് മാറ്റണം? കെൽവിനിലെ ആൻസർ അതിനകത്തില്ല. അപ്പോൾ 320 മൈനസ് 273. അപ്പോൾ എത്ര വരും? 7 പറ 447 ഡിഗ്രി സെൽഷ്യസ്. ബുദ്ധിമുട്ടുണ്ടോ? അത് സിമ്പിൾ അല്ലേ. അത് പ്രത്യേകിച്ച് പറയണ്ട. അടുത്ത സംഭവം അത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതല്ല, കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് വായിച്ചു നോക്കിയത്. സിമ്പിളാണത്. കെമിസ്ട്രിയിൽ എൻതാൽപ്പി, എൻട്രോപ്പി ഒക്കെ പഠിച്ചവരാണ്. എന്താണ് അഡയാബാറ്റിക് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അഡയാബാറ്റിക് പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എത്ര? 0. അപ്പോൾ ഡെൽറ്റ എസിൻ്റെ ആൻസർ 0. അപ്പോൾ ഏതാണ് ആൻസർ? ചോയ്സ് എ. ഇനി അടുത്ത് ഫോർത്ത് ചെന്നായി ചേഞ്ച് ഇൻ എൻട്രോപ്പി എത്രയാണ്? 0 ആണ്. അടുത്ത് ഫോർ എ സൈക്ലിക് പ്രോസസ് ആകുമ്പം ഏതാണ് 0 വരുന്നത്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി 0. നമ്മൾ പഠിച്ചതല്ലേ. അപ്പം ചോയ്സ് ഏതാണ്? സെക്കൻഡ് ചോയ്സ് ആണ്. കഴിഞ്ഞില്ലേ? മെറ്റീരിയൽ കഴിഞ്ഞില്ലേ? ഓക്കെ. ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾ മണ്ടയിൽ കയറിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കുക. ഈ കിട്ടി ഷോർട്ട് ടൈമിൽ മാക്സിമം നോക്കുക. പിന്നെ ബാക്കി ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ആ ടെക്സ്റ്റിലെ NCERT ടെക്സ്റ്റിലെ പ്രോബ്ലംസും ഒക്കെ ഒന്ന് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറ്റേ കൈനറ്റിക് തിയറിയിലെ ആ CP, CV, ഗാമ സെക്ഷൻ ഒന്ന് നന്നായിട്ട് നോക്കിക്കൊണ്ട്. അത് നമുക്ക് പണിയും തരും. ചിലപ്പോൾ ആ ഒരൊറ്റ ബാക്കി എല്ലാം അറിയാമായിരിക്കും. ആ ഒരു ഗാമ വാല്യൂവിൻ്റെ കേസിലോ അല്ലെങ്കിൽ അവിടുത്തെ CP വാല്യൂ അറിഞ്ഞുകൂടാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാൻ പറ്റാത്തത്. നേരത്തെ തന്നെ ചിലതിനകത്ത് ഞാൻ 3/2 RT ഒക്കെ ഇട്ടപ്പോൾ ചില ആളുകളൊക്കെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. ചിലതിൽ 5/2 RT മോണോയ്ക്കും ഡയയ്ക്കും ഒക്കെ വാല്യൂ ഇട്ടതുണ്ടില്ലേ. അതൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പോൾ ആ വാല്യൂ കാണാതെ പഠിക്കണം. അവിടുത്തെ CP വാല്യൂ അറിയണം, CV വാല്യൂ അറിയണം, ഗാമ വാല്യൂ ഒക്കെ അറിയണം. മോണോയുടെയും ഡയയുടെയും എല്ലാത്തിൻ്റെയും അറിയണം. ഓക്കെ. അപ്പോൾ അതെല്ലാം അവിടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. പേടിക്കൊന്നും വേണ്ട. ഓക്കെ.